ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു 5 സവാള എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് സവാള വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൂടെ 2 പച്ചമുളക് വലുതായിട്ട് തന്നെ കീറിയിട്ടിട്ടുണ്ട്. നമ്മൾ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ അവരെങ്ങാനും കടിച്ചാൽ പ്രശ്നമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വഴന്നു വന്ന സവാളയിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വീണ്ടും വഴറ്റുകയാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചൊന്ന് വേവിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്കറിലിട്ട് ചിക്കൻ നമ്മൾ പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നു. ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് പൊടി പൊടിയായിട്ട് എടുക്കാം കേട്ടോ. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കിയാൽ മതി. അങ്ങനെ ഇപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ആ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. മല്ലിച്ചപ്പും കൂടെ ഇടണം, പക്ഷേ എനിക്ക് മല്ലിച്ചപ്പ് ഇല്ലായിരുന്നു. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് 1 മുട്ട, അതേപോലെ ഒരു 2 കപ്പ് വെള്ളം അതൊഴിച്ചിട്ട് നമുക്കൊന്ന് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനേ ഈ ദോശേൻ്റെ വലിപ്പമുള്ള അത്രയും അടിയുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചുട്ട് വെച്ച ഒരു ദോശ എടുക്കുക. എന്നിട്ട് ആ ദോശ എടുത്തിട്ട് മുട്ടയുടെ മിക്സിലിട്ടിട്ട് ദോശേനെ നല്ലോണം കുളിപ്പിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ച പാത്രത്തിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ മസാലക്കൂട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ വീണ്ടും 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 ഒരു ദോശ വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മസാല മിക്സ് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ മുട്ട മിക്സിൽ ദോശേനെ കുളിപ്പിക്കുക. വീണ്ടും മസാല വെക്കുക. വീണ്ടും നമ്മൾ ദോശ ഉണ്ടാക്കുക. വീണ്ടും നമ്മൾ മുട്ട മിക്സിൽ കുളിപ്പിക്കുക ദോശേനെ. എന്നിട്ട് വീണ്ടും മസാല വെക്കുക. നിങ്ങൾക്ക് എത്ര ദോശയുണ്ടോ എത്ര മസാല ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന മിക്സ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടഞ്ഞു പോകാൻ വേണ്ടിയാണത്. ഫ്ലെയിം നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ട്, അത് ചട്ടി ചൂടാവാൻ വേണ്ടി മാത്രം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. ജസ്റ്റ് പിന്നെ അതിങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതൊരു 2-3 മിനിറ്റ് വെച്ചാൽ സംഭവം റെഡി ആവും കേട്ടോ.
നമ്മൾ വിചാരിക്കും ഭയങ്കര പാടുള്ള പണിയാണെന്ന്, പക്ഷേ അല്ല, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.